ശ്രീ സെബാസ്റ്റ്യൻ പോള് മുൻ MP CPM-ന്റെ അദ്ദേഹം പറഞ്ഞു ഒരു സംവാദം സതീശനുമായിട്ട് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അത് നടക്കാതെ പോയി എന്ന് പറഞ്ഞു. VD സതീശനും പിണറായി വിജയനും തമ്മിലുള്ള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു പരസ്യ സംവാദം, അത് അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിലായിക്കോളാം, അത് പറ്റില്ല. നിയമസഭയിൽ ആ സാധ്യത പൂർണ്ണമായും അട്ടിമറിച്ചത് പ്രതിപക്ഷ നേതാവല്ലേ ശ്രീകുമാർ? നിയമസഭയിലെ സംവാദം എന്ന് പറയുന്നതും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യമായ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറയുന്ന സംവാദവും വ്യത്യാസമില്ലേ ശരത്തെ? നിങ്ങൾ മുഖ്യമന്ത്രി പറയുന്ന കടമെടുത്ത് പറയല്ലേ? നമ്മൾ കണ്ടതല്ലേ ബജറ്റ് അവതരിപ്പിച്ച ശേഷം 2 ആഴ്ചക്കാലത്തെ നിയമസഭാ സമ്മേളനം, അതും പ്രതിപക്ഷത്തിന്റെയും അവസാനത്തെ സമ്മേളനം, വളരെ ശക്തമായി സർക്കാരിനെ തുറന്നു കാട്ടാൻ കഴിയുന്ന ആ ചർച്ചാവേദി പൂർണ്ണമായും ഒഴിവാക്കിയില്ലേ? ആ ചോദ്യമല്ലേ പ്രതിപക്ഷ നേതാവിനോടും? ഒരു ചോദ്യമല്ല, ചർച്ച നടന്നു, മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞില്ല. ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞില്ല. ഒരു ചോദ്യം എല്ലാ വിഷയമുണ്ട്. എത്ര അടിയന്തര സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള ഉത്തരം എന്തായി? ശബരിമലയിലെ സ്വർണം കട്ട ഉന്നയിക്കാൻ തീരുമാനിച്ചില്ലേ? സർക്കാർ പറഞ്ഞത് അത് പറയട്ടെ ശരത്തെ. എൻ്റെ ശരത്തെ, നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. അല്ല, ശരത്തിനെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം ശരത്ത് കൈരളിയുടെ അവതാരനാണ്. ഇന്നെങ്ങാനും ശ്രീകുമാർ ഇതൊക്കെ പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകർ വിശ്വസിച്ചിട്ട് നാളെ 10 തൊട്ട് മാറും എന്നുള്ള ചിന്തയൊക്കെ ശരത്തിനുണ്ടെങ്കിൽ ഞാൻ നിൽക്കാം, ഞാൻ നിർത്താം. അപ്പൊ മാന്യമായി പിരിയാം. സംസാരിക്കാൻ അനുവദിക്കേ. ശബരിമലയിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല ഞാൻ പറഞ്ഞു. താങ്കൾ പറയൂ. അല്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു, കോടതി കേസാണെന്ന് പറഞ്ഞു. അറിയാമല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചത്. ഇനി തർക്കിച്ചു പോയ സമയം കളയരുത്, എനിക്ക് വളരെ വിലപ്പെട്ട സമയമാണ്. രണ്ടാമത്തെ കാര്യം, കൈരളിത്തെ പ്രേക്ഷകർ കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ല, കൈരളിത്തെ പ്രേഷർ കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ ബിനിയാന്നങ്ങാണ്ട് അവതരിപ്പിച്ചത്, 6-ാം തീയതിയോ 5-ാം തീയതി അങ്ങോട്ട് അവതരിപ്പിച്ചത്? ആ പ്രോഗ്രസ് റിപ്പോർട്ട് 2021 300 പേജായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട്. മിനിങ്ങാന്ന് അവതരിപ്പിച്ചപ്പോൾ 22 പേജായി. അതിലിപ്പോൾ നേരത്തെ ശരത്ത് പറഞ്ഞ കാര്യം, ആ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും മിനിങ്ങാന്ന് അവതരിപ്പിച്ചത്. കാരണം ഇന്നലെ പരസ്യ പ്രചരണം അവസാനിച്ചു, ഇന്ന് നിശബ്ദ പ്രചരണ ചർച്ചയ്ക്ക് അവസരമില്ല. പോട്ടെ, അത് നല്ല ഒരു ഗുഡ് ഐഡിയ. ആരുടെ ഐഡിയ എന്ന് എനിക്കറിയില്ല, നന്നായി. പിന്നെ മറ്റൊരു ശരത്ത് പറഞ്ഞ കാര്യം, ഇന്ന് ഒരു ശരത്ത് തമാശ പറഞ്ഞു. തമാശ അല്ലാതെ ഡോക്ടർ സരിൻ ഇട്ടൊരു പോസ്റ്റാണ്, എന്താ പെൻഷൻ കിട്ടുന്നതുകൊണ്ടാണല്ലോ പെൻഷൻ കയ്യിലുണ്ടെന്ന് പറയുന്നത്. പറഞ്ഞത് 2500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് 2000 രൂപ മാത്രം കൊടുത്ത് ഇനി ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ 3000 എത്തിക്കാം എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു വിഷയം, നമ്മുടെ ഈ 2 മന്ത്രിമാർ, ഒരു മുൻ മന്ത്രിക്കെതിരെ നടത്തിയ ഓഡിയോ പുറത്തുവിട്ടതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞിട്ടില്ല. പറയാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമായിരിക്കും, ആയിക്കോട്ടെ. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്തില്ല, വേണ്ട. പ്രകടന പത്രിക പുറത്തിറക്കിയിട്ട് തിരുത്തിയത് ചരിത്രത്തിൽ ആദ്യമാണ്, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട, വേണ്ട. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് എന്താ ചെയ്യുക? ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുമ്പോൾ നേട്ടങ്ങളുടെ ഒരു പട്ടിക ജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കും. ഒരു പത്രത്തിൽ ഇന്നലെ ഇന്നൊന്നും കണ്ടില്ല, അത് ഞാൻ വിഷയമാക്കുന്നില്ല. പിന്നെ ഇവിടെ ശ്രീമതി പ്രിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്, VD സതീശനെ ഇതിലേക്ക് അവർ കൊണ്ടുവന്നു. ആയിക്കോട്ടെ, അവർ കൊണ്ടുവന്നു, ശരി. അപ്പോൾ അവർ മുഖ്യമന്ത്രിയുടെ ചില സംഭാഷണങ്ങളൊന്നും അവർ ശ്രദ്ധിച്ചില്ല, അതോ ശ്രദ്ധിച്ചിട്ട് പറയാതിരിക്കുകയാണോ? ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വോട്ടർ എന്ന നിലയിലോ, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു പൗരൻ എന്ന നിലയിലോ ജീവിതാനുഭവം ജനവിധിയിൽ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണോ? ഞാൻ പ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. കേരളം കടന്നുപോയ കാലത്തെ അടയാളപ്പെടുത്തുന്ന ചില നിരീക്ഷണങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ജീവിതാനുഭവം ജനവിധിയിൽ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണോ നാളെ നടക്കാൻ പോകുന്നത്? എൻ്റെ ചോദ്യം താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തുകൊണ്ട് പറയാം. ഉറപ്പായിട്ടും പറയാം. ശ്രീകുമാർ സാർ ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഞാൻ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സംസാര രീതിയോ അദ്ദേഹം കൊടുത്ത മറുപടികൾ ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അത് മാത്രം ചർച്ച ചെയ്യുന്ന സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പിണറായി വിജയൻ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി കൊടുക്കുന്നു. അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ വീഡിയോ ഞാനും കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു മറുപടിയാണ് സർ. രണ്ടാമതായി, പെൺകുട്ടിയോട് പറഞ്ഞതും ഒരു മറുപടിയാണ് സർ.
അതേപോലെ തന്നെ രേവന്ത് റെഡ്ഡി ആയിട്ട് അദ്ദേഹം കൊടുത്ത മറുപടി, അത് വളരെ സീനിയറായ 2 മുഖ്യമന്ത്രിമാരാണ് കൊടുത്ത മറുപടി കിട്ടുന്നു എന്നുള്ളതാണ് അതില്. അത് ശരിയോ തെറ്റോ അതിന്റെ ഭാഷയോ അല്ല. ഞാൻ എപ്പോഴും നല്ല ഭാഷ കൊണ്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് അങ്ങനെയുള്ള രാഷ്ട്രീയത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. പക്ഷേ വി ഡി സതീശൻ എന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുക്കുന്നില്ല. ആർക്ക് കൊടുക്കുന്നില്ല? നികേഷ് സാറിന് കൊടുക്കുന്നില്ല, വസീഫ് ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കുന്നില്ല. അതായത് അദ്ദേഹം മറുപടി കൊടുക്കണമെങ്കിൽ സെർട്ടൻ ലെവലിലുള്ള ആണെങ്കിൽ മാത്രമേ മറുപടി കൊടുക്കുന്നുള്ളൂ. അത് തെറ്റല്ലേ എന്നാണ് ശ്രീകുമാർ സാർ ഞാൻ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്.